ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സുനിൽ ഗോപാലകൃഷ്ണൻ, മാത്യു വർഗീസ്, AK വിനോദ് എന്നിവർ കഥാ തിരക്കഥ എഴുതി AK വിനോദ് ഡയറക്ട് ചെയ്ത 1 മണിക്കൂർ 58 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വർഷം, അതായത് 2025 മെയ് 30 റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയെ കുറിച്ചാണ്. സിനിമയുടെ പേരാണ് മൂൺ വാക്ക്. ഈ സിനിമയിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഫ്രഷ് ഫേസസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മൾ കണ്ട് ഫെമിലിയർ ആയിട്ടുള്ള വളരെ കുറച്ച് ആക്ടേഴ്സ് മാത്രമാണ് ഈ സിനിമയിലുള്ളത്. ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ട്രിവാൻഡ്രത്ത്, നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് തുമ്പ ആ ഒരു ഭാഗത്തുള്ള കുറച്ച് പയ്യന്മാർ, അവർ ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞൊരു ഡാൻസ് ഫോമിലോട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. പിന്നെ അവർ അതിൻ്റെ ഒരു രസമായിട്ട് അവർ ഡാൻസ് പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നു. അത്രയേ ഉള്ളൂ. സിമ്പിൾ പ്ലോട്ടാണ് ഈ ഒരു സിനിമയുടെ. ഈ കഥ നടക്കുന്നതായിട്ട് കാണിച്ചേക്കുന്ന ഒരു 1980s 90s ആ ഒരു ടൈമിലുള്ള ഒരു കഥയാണ്. അപ്പം ഈ ഒരു കുട്ടികൾ അവരുടെ ജീവിതമാണ് സത്യം പറഞ്ഞാൽ കാണിക്കുന്ന ഒരു സെർട്ടൻ ഒരു പീരീഡിൽ നടക്കുന്ന ഒരു കഥ എന്നതിൻ്റെ അപ്പുറം വലിയ ഒരു ഒരു സംഭവമായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അതായത് ഭയങ്കര മോട്ടിവേഷണൽ അല്ലെങ്കിൽ സ്ട്രഗിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ജീവിതത്തിൽ നടന്ന ഒരു ഇവന്റ് എന്നതിൻ്റെ അപ്പുറം വലുതായിട്ടൊന്നും അവർ കാണിക്കുന്നില്ല ഈ ഒരു സിനിമയിൽ. ഒരു 1980s 90s നടന്ന ഒരു കഥ എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് തോന്നണം ആ ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ അത് ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളതെന്നൊരു ഫീൽ കൊണ്ടുവരണം. അതിന് ആർട്ടിന് ഭയങ്കര വലിയ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ആ ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് തോന്നും അവർ സിനിമ കാണുമ്പോഴത്തേനും അതെ ഇത് പണ്ട് നടന്ന ഒരു സംഭവമാണ് എന്നുള്ള ഒരു ഫീൽ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോഴത്തേനും തോന്നും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബീച്ചിൻ്റെ ആണെങ്കിലും ശരി, കോളേജ് തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ആണെങ്കിലും ശരി, ആ ഒരു ഏരിയയിലുള്ള കുറേ ലൊക്കേഷൻസ് ഏകദേശം അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടായി കാണില്ല അങ്ങനെ ലൊക്കേഷൻസ് പരിപാടി നോക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഡ്രസ്സിങ് ആണെങ്കിലും സ്റ്റൈലാണ്, ഹെയർ സ്റ്റൈലാണെങ്കിലും ആൾക്കാർ സംസാരിക്കുന്ന രീതി, അതിലെനിക്ക് ചെറിയൊരു വേറെ ഒപ്പീനിയൻ ഉണ്ട്. ആ ഒരു ഭാഗത്തുള്ള ആൾക്കാർ സംസാരിക്കുന്നത് ഇപ്പം ഈ ഒരു സിനിമയിൽ കാണിച്ചേക്കുന്ന പോലത്തെ ഒരു സ്ലാങ് അല്ല, കുറച്ചൊരു ഡിഫറൻസ് ഉള്ള ഒരു സ്ലാങ് ആണ്. പക്ഷേ സിനിമയിൽ വന്നപ്പോൾ എനിക്കത് അവിടെ ചെറിയൊരു വ്യത്യാസം പോലെ തോന്നി. ഞാൻ അടുത്തറിയുന്ന ഒരു സ്ഥലമാണ് ആ ഒരു ഏരിയ, അതുകൊണ്ടായിരിക്കും മേ ബി എനിക്കത് റിയലൈസ് ചെയ്തത്. ചിലപ്പോൾ അല്ലാത്തവർക്ക് ചിലപ്പോൾ അത് അത്ര റിയലൈസ് ചെയ്യണമെന്നില്ല. ഇത് ട്രിവാൻഡ്രം കുറച്ചും കൂടി ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു മലയാളമാണ്. ട്രിവാൻഡ്രത്തിലല്ല, പലയിടത്ത് പല ഭാഗത്ത് പല രീതിയിലെ സംസാരമാണല്ലോ, സ്ലാങ്ങും ഒരുപാട് പരിപാടികൾ വ്യത്യാസമുണ്ട്. പക്ഷെ ആ ഒരു ടൈമിലായപ്പോഴത്തേന് ഇന്നത്തെ കാട്ടി കുറച്ചും കൂടി റോ ഫീൽ നമുക്ക് കിട്ടണം. പക്ഷെ അത്രയ്ക്കൊരു റോ ഫീൽ കിട്ടിയില്ല. എന്നാൽ പോലും ട്രിവാൻഡ്രം സ്ലാങ് നന്നായിട്ട് നമുക്ക് അതിൽ കേൾക്കാൻ പറ്റും ഈ ഒരു സിനിമയിൽ നിന്നുള്ളതാണ്. നല്ല ഡയലോഗ്സ് ഉണ്ട്. എൻ്റെ ഡയലോഗ്സ് ഒക്കെ ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ സാധനങ്ങളാണ്, ഒരിക്കലും വലിയ സംഭവങ്ങളൊക്കെ ഇടുന്നു എന്നുള്ളതല്ല പറയണത്. ചില സീൻസ് ആണെങ്കിലും ശരി, ഒരു സിനിമാറ്റിക് ഒരു സിനിമ എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. കാര്യം ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ട് അവർ എടുത്ത പോലെ തോന്നുന്നു. കുറച്ചൊക്കെ സിനിമാറ്റിക് എലമെന്റ്സ് ഉണ്ടെങ്കിലും വളരെ നമുക്കൊരു നമ്മൾ പ്യോർലി കാണുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. നല്ല ഒരുപാട് സ്ലോ മോഷൻസ് സാധനങ്ങൾ കിട്ടും. അങ്ങനെ ഒരു വൈബേ അല്ല, നമുക്കൊരു ഫീൽ ഗുഡ് എന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു സിനിമ. 1 മണിക്കൂർ 58 മിനിറ്റ് ആണ് ഈ ഒരു സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി വലുതാക്കായിരുന്നു തോന്നി ഈ ഒരു സിനിമ. അതായത് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചധികം ഇവന്റ്സും കൂടി അവർക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരു മെയിൻ ഡാൻസ് എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ബാക്കിയുള്ള ഈ പറഞ്ഞ പിള്ളേരുണ്ടല്ലോ, ഒരു പിള്ളേരുടെ ലൈഫിൽ നടക്കുന്ന ഇവൻറ്റ്സ്, അങ്ങനെ ചെറിയ 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 സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ കുറച്ചും കൂടി ഡീപ്പിലോട്ട് പോകാമായിരുന്നു എന്ന് തോന്നുന്നു. ലാഗ് ആകുമോ എന്നൊക്കെയുള്ളൊരു പേടി കാരണമായിരിക്കും. ഒന്നി അവർ എഡിറ്റ് ചെയ്ത് കുറേ മാറ്റിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത്രയും ഡെപ്തിൽ പോകണ്ട എന്നുള്ളൊരു തോട്ടിലായിരിക്കും. പക്ഷെ അതും കൂടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബിലീവബിൾ സംഭവം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് കോളേജിലുള്ള ഇവർ പഠിക്കുന്ന സെൻറ്റ് സേവിയേഴ്സ് കോളേജിൻ്റെ കുറച്ച് സീൻസ് ആണെങ്കിലും, ഇവരുടെ വീട്ടിൽ നടക്കുന്ന ചില ഇവൻറ്റ്സ് ആണെങ്കിലും ശരി, അല്ലാതെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നടക്കുന്ന ഇവൻറ്റ്സ്, അതൊക്കെ കാണിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അതൊരു ബിലീവബിൾ പരിപാടിയിലേക്ക് പോയാൽ കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ട് മാറിയാനെ. ഈ സിനിമയിലെ ഒരു സ്ക്രിപ്റ്റ് ഒരു നല്ലൊരു ഫ്ലോയിൽ തന്നെയാണ് പോകുന്നത്. അതിൻ്റെ ഡയലോഗ് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഡയലോഗ് ആണെങ്കിലും ശരി, ഇതിൻ്റെ അകത്ത് ആൾക്കാരുടെ അഭിനയമാണെങ്കിലും ശരി, എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് BGMs ഒക്കെ ചിലയിടത്തൊക്കെ എനിക്ക് നല്ല രസമായിട്ട് തോന്നി, ചിലയിടത്ത് അത്രയ്ക്കൊരു രസം തോന്നിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് പാട്ടുകളുണ്ട്, പക്ഷെ പാട്ടുകളൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സുഖം തോന്നിയില്ല എന്നുള്ളതാണ്. പിന്നെ കുറച്ചധികം ഈ ഒരു റെട്രോ കൈൻഡ് ഓഫ് കുറേ സീൻസ് ഉണ്ട്. അന്നുണ്ടായിരുന്ന കുറേ സാധനങ്ങൾ, ഇപ്പോൾ ടെലിഫോൺ എന്ന് പറയുന്ന സാധനമാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്തിരുന്ന പേനയാണെങ്കിലും ശരി, അല്ലെങ്കിൽ അന്ന് ചെയ്തിരുന്ന കാര്യങ്ങൾ എങ്ങനെ ടൈം പാസ് ചെയ്തിരുന്നു, ഒരു കുട്ടിയുടെ ടേബിൾ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക, ഒരു വീട്ടിൽ ഒരു TV-യുടെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ VCR എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, റേഡിയോ അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അപ്പം അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. വളരെ രസമായിട്ട് തന്നെ കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ റെട്രോ ഫീലൊക്കെ കിട്ടുന്ന രീതിയിൽ അവർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ
തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്ലോട്ടിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ എക്സ്പാൻഡ് ചെയ്തിട്ട് കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുമായിരുന്നു. അതായത് ഈ ഒരു സിനിമ ഒരു 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 ഭയങ്കര ഒരു ബ്ലാൻഡ് ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അതായത് ഒരു സ്പൈസിനെസ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, ഇനി എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മൂവിക്ക് പറ്റിയിട്ടില്ല. സ്കോപ്പ് ഉണ്ടായിരുന്നു, ഒരുപാട് സ്കോപ്പ് ഉണ്ടായിരുന്നു ആ ഒരു മസാല ഫ്ലേവേഴ്സ് കൊണ്ടുവരാണ്. ഇതിൻ്റെ അകത്തുണ്ട് കുറച്ച് പ്രേമം, കുറച്ച് എന്താ പറയുക, കുറച്ച് ചെറിയ രീതിയിലുള്ള ചെറിയ അടി, ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് ഇതിനെ ഇട്ടിട്ടുണ്ട്, ഇല്ലെന്നും പറയില്ല. ഫാമിലി റിലേറ്റഡ് ആണെങ്കിൽ ചെറിയ ഇമോഷണൽ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് പോരാ, അത് നമുക്ക് അങ്ങോട്ട് കിട്ടിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, സീൻസ് അവർ വളരെ ചെറുതാക്കിയതുപോലെ തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു എക്സ്പാൻഡ് ചെയ്തിരുന്നെങ്കിൽ അതാണ് നമുക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആയതിനെ, കുറച്ചും കൂടി ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടിയാണ്. ഇത് ഇവൻറ്റ്സ് പെട്ടെന്ന് തീർന്നു പോകുന്നു, ഒരു അടിപിടി ടപ്പ് തീർന്നു, ഒരു റൊമാൻറ്റിക് സാധനം ടപ്പെന്ന് തീർന്നു. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ സീൻസ് ആയിപ്പോൾ അത് കുറച്ചൊന്നും എല്ലാവരും ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു മൂവി ചിലപ്പം എൻജോയ് ചെയ്യാൻ പറ്റിയേനെ എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് മെയിൻ സാധനമാണല്ലോ ഡാൻസ്. അപ്പോൾ ഡാൻസ് നന്നായിട്ട് തന്നെ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്, നല്ല രസമാണ്. ക്ലൈമാക്സിലോട്ടൊക്കെ എത്തുമ്പോഴത്തേനും ഒരു പയ്യൻ്റെ ഒരു പരിപാടിയുണ്ട്, ഒരു ഡാൻസ് പരിപാടിയുണ്ട്, വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിലുള്ള ഒരു എഡിറ്റിങ്ങിൻ്റെ പരിപാടിയുണ്ട്, വേറെ ഒരു സീനൊക്കെ മേർജ് ചെയ്തിട്ടുള്ള ഒരു കൊറിയോഗ്രഫിയൊക്കെ തന്നെ ഗംഭീരമാണ്. ഇതിൻ്റെ അകത്തുള്ള എല്ലാ എന്താ പറയുക ഡാൻസേഴ്സും എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, അതായത് അവർ ചിലപ്പോൾ അത്ര അഭിനയിക്കുന്ന ആൾക്കാരായിരിക്കില്ല, ന്യൂ ഫേസസ് ഒരുപാട് പേര് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ മേ ബി അത് റിയൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അവരെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരല്ലാതെ പ്രൊഫഷണൽസ് ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ അവരത്രയും നാച്ചുറലായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. 1-2 ചെറിയ ഡയലോഗൊക്കെ ആണെങ്കിലും ശരി, ഇതിൻ്റെ അകത്ത് എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമാക്സിൽ വരുമ്പം ഒരു പയ്യൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയില്ല, നിങ്ങൾ കാണാമെന്നുള്ളതാണ്. ആ ഒരു പയ്യൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, അത് എലിവേറ്റ് ചെയ്യും ഭയങ്കരമായിട്ട്. ആ ഒരു സീനിനെ നമ്മളത് കാണുമ്പോൾ നമുക്ക് കുറേ മിക്സ് ഓഫ് ഇമോഷൻ നമുക്ക് തോന്നും. എസ്പെഷ്യലി പൊളിറ്റിക്സ് എന്ന് പറയുന്ന ജാതീയതയുടെ കുറേ ചെറിയ ചെറിയ എലമെൻറ്റ്സ് അവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. ഒരുപാടൊന്നും അവരത് പമ്പ് ചെയ്തിട്ടില്ല, എന്നാലും നമുക്കത് ഫീൽ ചെയ്യും. ആ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെയാണ് അവരത് എടുത്ത് വെച്ചേക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഒരു സീൻ, അതിൻ്റെ ഇടയിൽ ഒരു സീനും കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു സാധനം വന്നതിനെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സിനിമ കണ്ടപ്പോൾ തന്നെ. ബട്ട് ഐം ജസ്റ്റ് സെയിങ്, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ക്ലൈമാക്സിൽ ആ ഒരു പയ്യൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, അവൻ്റെ കുറേ ഇമോഷൻസ് ആ ഒരു ഡാൻസിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ഫീൽ ചെയ്യും. ചെറിയ രീതിയിൽ നമ്മൾ ഇമോഷണൽ ആകും എന്നുള്ളതാണ്. ഞാനൊരുവിധം കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു സീൻ കണ്ടിട്ട്. അവിടെ ആ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്, പക്ഷെ അത് കൊടുക്കുന്ന അത് എഡിറ്റിങ്ങിൻ്റെ ഒരു മികവെന്ന് തന്നെ പറയണം. ആ ഒരു സ്ക്രീൻ പ്ലേ ആണെങ്കിലും ശരി, അത് അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്, ഭയങ്കര രസമായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട്. ക്ലൈമാക്സ് ആ ഒരു പോർഷൻ, അതിൻ്റെ ഇടയിൽ തന്നെ ഒരാളുടെ ചെറിയൊരു അതിന് മുമ്പ് നടന്ന കുറച്ച് ഇൻസിഡൻസ് പോലത്തെ സാധനങ്ങളൊക്കെ കാണിച്ചു വെച്ചിട്ട് നമുക്കത് ആ ഒരു സീൻ നന്നായിട്ട് വെൽ ബിൽഡ് എന്ന് പറയാം. അതുകൊണ്ടാണ് നമുക്ക് അത്രയും കണക്റ്റ് ആവുന്നത്. അപ്പോൾ ഈ ക്ലൈമാക്സിൽ വന്ന ഒരു വെൽ ബിൽഡ് എന്ന് പറയുന്ന ആ ഒരു സീൻ പോലെയാണ് ബാക്കിയുള്ള സീൻസും കൂടി കുറച്ചും കൂടി ബിൽഡ് ചെയ്തിരുന്നെങ്കിൽ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് കുറച്ചും കൂടി കണക്ഷൻ കിട്ടിയേനെ, കുറച്ചും കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയേനെ എന്നുള്ളതാണ്. ഇവർക്ക് ഉണ്ടായിരുന്ന ഇവൻസിന് തന്നെ കുറച്ചും കൂടി ബിൽഡ് ചെയ്തായിരുന്നു, കുറച്ചും കൂടി സ്ട്രോങ്ങർ ആക്കായിരുന്നു, കുറച്ചും കൂടി സ്ക്രീൻ പ്ലേ ഒക്കെ എഴുതിയിട്ട് കുറച്ചും കൂടി ഡെപ്ത് കൂട്ടാമായിരുന്നു. അല്ലെങ്കിൽ കോമഡി എന്ന് പറയുന്ന സാധനം കുറച്ചും കൂടി ഇതിൻ്റെ അകത്ത് വലിയ കോമഡി എന്ന് പറയുന്ന സാധനം പക്കാ റിയലിസ്റ്റിക് പോലെയാണ് ഓൾമോസ്റ്റ് പോകുന്നത്. കുറച്ചും കൂടി കോമഡി എന്ന് പറയുന്ന സാധനം അവിടെ ഇവിടെയൊക്കെ കുറച്ചും കൂടി ഇട്ടിട്ട് പോരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എൻഗേജ്ഡ് ആയിരുന്നു. നമുക്കപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എന്നതിൻ്റെ അപ്പുറം നമുക്ക് ഭയങ്കരമായിട്ട് ചിരിക്കാനോ ഭയങ്കരമായിട്ട് ഇമോഷണലി ഇതാവാനോ ഒന്നും വലുതായിട്ട് അങ്ങനെ കിട്ടിയില്ല. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു സീക്വൻസ് ഭയങ്കര ഇമോഷണലായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അതങ്ങോട്ട് കിട്ടിയില്ല. ലൈക്ക് അവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഒരു സീനിൽ കുറച്ച് ഇമോഷണൽ ഒരു പരിപാടി, പക്ഷെ അതങ്ങോട്ട് കണക്റ്റ് ആയില്ല ആ ഒരു സീൻ എന്നുള്ളതാണ്. ഐഡിയ മനസ്സിലായി, പക്ഷെ അങ്ങോട്ട് കിട്ടിയിട്ടില്ല. ആ ഒരു സീനൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ബിൽഡ് ചെയ്ത് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ട് അവിടെ കുറച്ചും കൂടിയൊക്കെ ബിൽഡ് ചെയ്ത് കുറച്ചും കൂടി നമുക്കതിങ്ങനെ കിട്ടണമായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ആ ഒരു സീൻ വന്നു, ടക്ക് 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 ഇമോഷണൽ തീർന്നു, ആ ഒരു രീതിയിലായിപ്പോൾ. അങ്ങനെയാണ് മിക്ക സ്ഥലങ്ങളിലും ആ ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് ആ ഒരു സീൻ വരുന്നു, അത് കഴിയുന്നു, പോകുന്നു, ഭൂം. അതിനൊന്ന് എലിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള പതുക്കെ ഒരു ബിൽഡ് ചെയ്ത് പോകുന്നില്ല എന്നുള്ളതാണ് ചില സീൻസൊക്കെ. അതുകൂടെ കൊണ്ടിരുന്നെങ്കിൽ ഇത് വേറെ ലെവൽ സിനിമ എന്ന് പറയാൻ പറ്റുന്ന റേഞ്ചിലോട്ട് പോയനെ എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് കുറേ റോ ആയിട്ടുള്ള കുറേ ഡയലോഗ്സ് പരിപാടികളുണ്ട്. അതായത് അവിടെ ഒരു പയ്യൻ മേസ്തിരി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പണിയെടുക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു മൂത്താശ്ശേരി എന്ന് പറയുന്ന ആളുടെ ഒരു ഡയലോഗിൻ്റെ ഒരു പരിപാടിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ ഡാൻസ് കളിക്കുന്ന പയ്യന്മാർ, ഒരാളുടെ അച്ഛൻ ചെറിയ ചെറിയ ഡയലോഗ്സ് ഒക്കെയാണ് കേട്ടോ, പക്ഷെ അതൊക്കെ നമുക്ക് ഭയങ്കര റിയലായിട്ട് തോന്നും. അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ള കുറച്ചധികം ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നേരത്തെ പറഞ്ഞാൽ മാതിരി ആ സീൻസ് കുറച്ചും കൂടി, മിക്ക സീൻസും കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര രസമായിട്ട് തോന്നിയേനെ എന്ന് എനിക്ക് ഉറപ്പാണ്. അതാണ് ഞാൻ ആകെ വിഷമിക്കുന്ന ആ ഒരു മസാലയുടെ
ഒരു ഷോർട്ടേജ്. അപ്പോൾ ഇൻ്റർവ്യൂ ചോദിക്കുന്നത് ഇറ്റ് ഈസ് എ ഗുഡ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അമേസിങ് ഗംഭീരം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ ഒരു ഗുഡ് മൂവി എന്ന് പറയാം. നമുക്ക് കണ്ടാൽ എന്തായാലും നിരാശ തോന്നും എന്ന് തോന്നാൻ ചാൻസ് ഇല്ലാത്ത ഒരു സിനിമയാണ്. പക്ഷെ പറഞ്ഞ മാതിരി ഒരുപാട് മസാല സാധനങ്ങളൊന്നും ഇല്ല. ഒരു എന്താ പറയുക, ഒരു ബ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു മസാലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഗംഭീര പടം എന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു പടം തന്നെയാണിത്. അപ്പം നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? 10-ന് എത്ര റേറ്റിംഗ് കൊടുക്കും എന്നും കൂടി താഴെ ഇടുക. അത് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു സിനിമ കാണണോ കാണണ്ടേ എന്നൊക്കെ ബാക്കിയുള്ളവർക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ഹെൽപ്ഫുൾ സംഭവമായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൺടിൽ ദെൻ ബൈ.